മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കഴുതക്കുട്ടിയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന വിഷയം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ തക്കവണ്ണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്, കർത്താവ് യേശുക്രിസ്തു സാധാരണ നടന്നാണ് ശുശ്രൂഷ ചെയ്തിരുന്നത്. തൻ്റെ പതിവ് അങ്ങനെയായിരുന്നു. വാഹനത്തിൽ, കഴുതപ്പുറത്ത് അങ്ങനെ ഇതൊഴിച്ച് വേറെ യാത്ര ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. എന്നാൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തു വായ്പയ്ക്ക് വാങ്ങിയ ഒരു കഴുതപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. തനിക്ക് സ്വന്തമായിട്ട് വാഹനമില്ലായിരുന്നു. പ്രത്യേകം കുറിക്കൊള്ളേണ്ടത്, തനിക്ക് വേണമെങ്കിലൊരു വാഹനം തനിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാമായിരുന്നു. താൻ പടക് ഉപയോഗിച്ചതോ അല്ലെങ്കിൽ തൻ്റെ കല്ലറയോ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒന്നും തന്നെ തനിക്ക് സ്വന്തമായിട്ടില്ലായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. ഒന്നുമില്ലാത്തവരായി പ്രയാസപ്പെടുന്ന നമുക്ക്, അല്ലെങ്കിൽ ആരെങ്കിലും വായ്പ വാങ്ങിച്ച പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും സാമ്പത്തികമായിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഇല്ലായ്മ അനുഭവപ്പെടുന്നുവെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഒന്നുമില്ലായിരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് സ്വന്തമായിട്ടില്ലായിരുന്നു. എന്നാൽ തൻ്റെ യാത്രയ്ക്കോ തൻ്റെ ആഹാരത്തിനൊക്കെയും വായ്പ വാങ്ങിച്ചെന്നാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അത് നമുക്ക് ഏവർക്കും അതൊരു ആശ്വാസത്തിന് കാരണമാണ്. കാരണം വായ്പ വാങ്ങിച്ചാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ 33.5 വർഷക്കാലം ജീവിച്ചത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയിരിക്കുന്നത്. സാധാരണ കഴുതക്കുട്ടിയെ കെട്ടിയിടേണ്ട ആവശ്യമില്ല. കാരണം ആടിനെയും ഒക്കെ നമ്മൾ കെട്ടിയിടാറുണ്ട്. എന്നാൽ കഴുതക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, കഴുത തൻ്റെ പുൽത്തൊട്ടിയെ അറിയുന്നു എന്നുള്ളതാണ്. കാരണം ആ കഴുതക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത, അതിനെ കെട്ടിയിടേണ്ട ആവശ്യമില്ല. അത് തന്നെത്താനെ തൻ്റെ വീട്ടിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. എന്നാൽ പ്രത്യേകം ഇവിടെ നാം കാണുന്നത്, ഈ കഴുതക്കുട്ടിയെ കർത്താവായ യേശുക്രിസ്തുവിന് ആവശ്യമായിരുന്ന കഴുതക്കുട്ടി അത് കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു കഴുതക്കുട്ടിയാണ് എന്ന് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അവിടെ വേറൊരു വസ്തുത, ഇതൊരു പ്രവചന നിവൃത്തിയായിരുന്നു. ജക്കരിയാവ് 9-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ, ഇതാ നിൻ്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് രാജാവായി വരുന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പ്രവചന നിവൃത്തി എന്ന വണ്ണമാണ് ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ യാത്ര. അപ്പോൾ അത് പൂർണ്ണമാകുവാനായി ഒരുപക്ഷെങ്കിൽ ഈ കഴുതക്കുട്ടിയുടെ ഉടമസ്ഥനായവൻ പ്രവചനത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെങ്കിൽ ആ സമയത്താണോ കർത്താവായ യേശുക്രിസ്തു രാജാവായി വരുന്നത് എന്ന് കണ്ട്, ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ എൻ്റെ കഴുതക്കുട്ടിയെ വേണം അത് അഴിച്ചുകൊണ്ട് പോകുവാൻ എന്നുള്ളതായിരിക്കും, എൻ്റെ കഴുതക്കുട്ടിയുടെ പുറത്ത് വേണം രാജാവായി വരുവാനെന്നുള്ളതായിരിക്കുന്ന ആഗ്രഹത്തോടു കൂടി ഒരുപക്ഷെങ്കിൽ താൻ ആ രീതിയിൽ കഴുതക്കുട്ടിയെ കെട്ടിയിട്ടതായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം, കർത്താവിന് ഒരു കഴുതക്കുട്ടിയാണ് ആവശ്യം യാത്ര ചെയ്യുവാൻ വേണ്ടി. വേറെ എന്തെല്ലാം വാഹനങ്ങൾ വേണേൽ, ആ കാലങ്ങളിൽ കുതിരയോ ഒട്ടകമോ അങ്ങനെയുള്ളതായിരിക്കുന്ന തേര് സംവിധാനം ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കഴുതക്കുട്ടി, ഇതിൻ്റെ അർത്ഥം ഭാരം ചുമക്കുന്ന ഒരു മൃഗമാണ്, അധികം ഭാരം ചുമക്കുന്ന ഒരു മൃഗമാണ്, ഭാരം മാത്രം ചുമക്കാൻ അറിയാവുന്ന ഒരു മൃഗമാണ്. അതെ, കഴുത.
അങ്ങനെ നമ്മെ സംബന്ധിച്ചിടത്തോളം അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്ന് കർത്താവായ യേശു ക്രിസ്തു ഒരു ഒടുവിൽ വലിയൊരു ജനതയെ കണ്ടുകൊണ്ട് ആഹ്വാനം ചെയ്തല്ലോ, വിളിച്ചല്ലോ, സംബോധന ചെയ്തല്ലോ. അപ്പോൾ നാമും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായൊരു കൂട്ടരെ കർത്താവിന് ആവശ്യമുണ്ട് എന്നുള്ള ഒരു വിഷയം നമുക്കിതിൽ നിന്നും പഠിക്കുവാൻ തക്കണം കഴിയും. മാത്രമല്ല, ഇത് കഴുതെന്നല്ല, കഴുതക്കുട്ടി എന്നാണ്. കഴുതക്കുട്ടി എന്ന് പറയുമ്പോൾ ആ ഭാരം വഹിക്കാൻ പോലും കഴിവില്ലാത്ത, അതായത് ഒരു ബലഹീന അവസ്ഥയിൽ കൂടിയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബലഹീനതയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് പറയട്ടെ, രോഗികളായിട്ടുള്ളവർ, അത് നടക്കുവാൻ പോലും കഴിവില്ലാത്തവർ, മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിരിക്കുന്നവർ, അങ്ങനെയുള്ളതായിരിക്കുന്ന ബലഹീനരായിരിക്കുന്ന അങ്ങനെയുള്ളവരെ കർത്താവിന് ആവശ്യമുണ്ട് എന്ന് ഒരു ധ്വനി കൂടി ഇവിടെ ഈ ഭാഗത്തു നിന്നും നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട് എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. അങ്ങനെ ആ കഴുതക്കുട്ടിയെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വരാനായിട്ട് വിടുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ തക്കോണം കഴിയുന്നത്. അതുമാത്രമല്ല, ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് ആരും ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ല. സാധാരണ ഒരു കഴുത എന്ന് പറയുമ്പോൾ അനേകരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭാരം ചുമന്നുകൊണ്ടിരിക്കുന്നതായിരിക്കുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന പരിചയമുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള കഴുതയെ വേണ്ട, പരിചയമുള്ള ഇത് വേണ്ട. എനിക്ക് വേണ്ടത് ആരും കയറിയിട്ടില്ലാത്തതായിരിക്കുന്ന ഒരു കഴുതയെ കർത്താവിന് വേണം. നോക്കൂ, എന്നാൽ ഇതെന്താണ് നമ്മൾ പറയുന്നത്? നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പരിചയം കൊണ്ടോ നമുക്ക് എന്തെങ്കിലും അറിയാമെന്നുള്ളതായിരിക്കുന്ന ആ ഒരു അനുഭവം വെച്ചുകൊണ്ടോ ഉള്ള നമ്മളെ അല്ല കർത്താവിന് വേണ്ടത്. കർത്താവേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ വെറൊരു കഴുതക്കുട്ടിയാണ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഇതുവരെയും ഈ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ശൂന്യാവസ്ഥയെ മനസ്സിലാക്കി അതും പ്രകാരം അങ്ങനെ തന്നെ കർത്താവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളവനെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് നമുക്ക് ആ കർത്താവിലേക്ക് കടന്നില്ല. ഒന്നുമില്ലാത്തവനായി, കർത്താവെ, ഞാൻ ഒന്നുമില്ല, ഞാൻ ഏതുമില്ല, ഞാൻ ആ കഴുതക്കുട്ടിക്ക് സമാനമായി ഞാൻ ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ല. മാത്രമല്ല, എനിക്ക് ഭാരം എടുക്കുവാൻ തക്കണം എനിക്ക് കഴിയില്ല. കാരണം ഞാനൊരു കുഞ്ഞാണ്, ഞാൻ കുഞ്ഞവസ്ഥയിലാണ്, ഞാനൊരു കുട്ടിയായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എങ്കിലും ദൈവമേ, അങ്ങനെയുള്ളതായിരിക്കും നമ്മളെ കർത്താവ് പറയുന്നു, എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട് എന്ന് ഇവിടെ കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്, എന്തിനാണ് കഴുതക്കുട്ടിയെ തിരഞ്ഞെടുത്തത്? കഴുത കിടക്കുന്ന നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിലാണ് ചെല്ലേണ്ടത്. എവിടെയാണ് ഈ കഴുത കിടക്കുന്നത്? എങ്ങനെയുള്ള സ്ഥാനത്താണ് ഈ കഴുത കിടക്കുന്നത്? അവരോട് പറയാണ്, ആ കഴുതക്കുട്ടിയെ കൊണ്ടുവരാനായിട്ട് പോകുന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നുവല്ലോ, ഈ യാത്രയിൽ കൂടി പോയാൽ നിങ്ങൾക്ക് ആ കഴുതക്കുട്ടിയെ കിട്ടത്തില്ല. നിങ്ങൾ എതിരെയുള്ള വഴിയിൽ കൂടി, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമത്തിൽ, മുൻപോട്ട് പോകുന്നവർക്ക് മുൻപോട്ട് പോകാൻ ആഗ്രഹമാണ്, പുറമോട്ട് പോകാൻ തക്കണം ആരും ആഗ്രഹിക്കുകയില്ല. എന്നാൽ കർത്താവ് പറയുന്നത് അങ്ങനെയല്ല. ആ കഴുതക്കുട്ടിയെ നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ നീ എങ്ങോട്ട് നടക്കണം? നീ പുറമോട്ട് നടക്കണം. നമ്മൾ ഏറ്റവും പുറകിലായിരുന്നു. അതേ, സമുദ്രത്തിൻ്റെ അഗാധത്തിൽ ചെളിക്കുഴിയിൽ കിടന്ന നമ്മെ, ഏറ്റവും പുറകിലായിരുന്ന നമ്മെ, നമ്മുടെ മുൻപിൽ അനേകരുണ്ടായിരുന്നു. എന്നാൽ നാം കിടക്കുന്ന സ്ഥലം ഏറ്റവും പുറകിലായിരുന്നു. ഏറ്റവും നിന്റെ എതിരെയുള്ള ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുവീൻ എന്നാണ് അവിടെ കാണുവാൻ തക്കണം കഴിയുന്നത്. മാത്രമല്ല, ഇവിടെ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്, അത് കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു കഴുതയാണ്. അതിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതിനെ അഴിക്കണം. നാം ഇന്ന് ഏതെങ്കിലും ഒരു ബന്ധനാവസ്ഥയിലാണെങ്കിൽ, നാം കെട്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ, ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിരിക്കുന്ന ഒരു കെട്ടപ്പാടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചില പാപ സ്വഭാവത്തിന് ഒരു പക്ഷെങ്കിൽ നമ്മൾ അടിമയായിരുന്നിരിക്കാം. ഏതെങ്കിലും വിഷയത്തിൽ നാം ഏതെങ്കിലും രീതിയിൽ നാം കെട്ടപ്പെട്ട അവസ്ഥയിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ അതിനെ അഴിക്കണം എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു. ഇപ്പോൾ തന്നെ കർത്താവ് പറയുന്നത്, നീ അവിടെ ചെന്ന് കെട്ടപ്പെട്ട ഒരു കഴുതക്കുട്ടിയെ കാണും. ആ കഴുതക്കുട്ടിയുടെ കെട്ട് നീ അഴിക്കണം. നാം ഇന്ന് ഏതെങ്കിലും രീതിയിൽ കെട്ടപ്പെട്ട അവസ്ഥയിലാണോ?
ഏതെങ്കിലും പാപ സ്വഭാവം, ഒരു പക്ഷെങ്കിൽ അത് അസൂയായിരിക്കാം, കള്ളം പറയുന്നതായിരിക്കാം, മോഷ്ടിക്കുന്നതായിരിക്കാം, വേറെ ഏതെങ്കിലും ചെറിയ നിസ്സാര കാര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെങ്കിൽ ആ രീതിയിൽ നാം ഇന്ന് കെട്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ കർത്താവ് പറയുന്നു, നിന്റെ ആ സ്വഭാവത്തെ നീ അഴിക്കണം, ആ ഒരു വലിയ കെട്ട് നീ അഴിച്ചേ മതിയാകുകയുള്ളൂ. എന്നിട്ട് ചോദിക്കുകയാണ്, എന്നിട്ട് അതിന് ശേഷം പറയും, ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ. അപ്പോൾ ചോദിക്കാൻ ആളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സ്വഭാവ വ്യത്യാസം വരുമ്പോൾ, നാം നല്ലവരായി തീരുമ്പോൾ, ഇന്നലെ വരെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന ആൾ അടുത്ത ദിവസം തൊട്ട് സിഗരറ്റ് കടയിൽ പോയി സിഗരറ്റ് വാങ്ങിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കും. ഇതിനെന്തിനാണ് നിനക്ക് ആവശ്യം, എന്തുകൊണ്ടാണ് നീ ഇതിനെ കൊണ്ടുപോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കാൻ ആളുണ്ട്, തീർച്ചയായിട്ടും ചോദിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം നല്ല കാര്യം നാം ചെയ്യുവാനായിട്ട് തുരുമ്പെടുമ്പോൾ, നല്ല രീതിയിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ, നാം പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ചെലവഴിക്കുമ്പോൾ, ബൈബിൾ സ്റ്റഡിക്കായിട്ട് നാം സമയം ചെലവഴിക്കുമ്പോൾ, ഇതെന്തിന് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്, 21 ഈ യുഗത്തിലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ഉത്തരവേ പറയാനുള്ളൂ, എന്ത്? ഇവിടെ എന്താ പറയുന്നത്? കർത്താവിന് നിന്നെ കൊണ്ടായ ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുവാൻ ഗുണം കഴിയും. കർത്താവിന് ആവശ്യമുണ്ട്. അങ്ങനെ കർത്താവിന് ആവശ്യമുണ്ടെങ്കിൽ എന്താണ് ഇവിടെ കാണുന്നത്? കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ കഴുതക്കുട്ടിയെ വേറെടുത്ത് കൊണ്ടുപോയാൽ പറ്റത്തില്ല. അടുത്ത് എവിടെയെങ്കിലും ആ കഴുതക്കുട്ടിയും കൊണ്ട് പോയാൽ പറ്റത്തില്ല. ആ കഴുതക്കുട്ടി കർത്താവിൻ്റെ അടുത്ത് തന്നെ വരണം. ശരി, നമുക്ക് ആ കർത്താവിൻ്റെ അടുത്തേക്ക് വരാം, കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് വരാം. അല്പം അകൽച്ച ഉണ്ടോ? നമുക്ക് ഉണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ അല്പം അകന്നായിരിക്കുന്നത് അതുപോരാ. നമുക്ക് ആ കർത്താവിൻ്റെ അടുത്തേക്ക് വരണം എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുന്നത്. അങ്ങനെ അത് മാത്രമല്ല, ഈ കഴുത കർത്താവിന് യാത്ര ചെയ്യുവാനുള്ള ഒരു വാഹനമായി മാറി എന്നുള്ളത് എത്ര സുന്ദരമായിരിക്കുന്ന കാര്യമാണ്. ഈ കഴുത, കെട്ടപ്പെട്ട കഴുത, ആർക്കും വേണ്ടാതിരുന്ന കഴുത, ഒരിക്കലും യാത്ര ചെയ്യുക, ആൾക്കാരെ കൊണ്ട് യാത്ര ചെയ്യാത്തതായിരിക്കുന്ന ഈ കഴുതക്കുട്ടി ഇപ്പോൾ കർത്താവിനെയും കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു വാഹനമായി തീർന്നു. അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും ഈ കർത്താവിനെ ചുമക്കുന്ന, കർത്താവിനെയും കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു വാഹനമായി ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവം ഈ വാക്കുകൾ കൂടി ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.